ഹലോ മകളെ, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പോർട്സ്. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലയന്റ് വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് ക്ലയന്റ് സൈഡിൽ സെർവറിലോട്ടാണെങ്കിൽ നമുക്ക് പല സർവീസ് നമുക്ക് അവൈലബിൾ ആകണമെങ്കിൽ ഈ പോർട്ട് നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഈ പോർട്ട് നമ്പേഴ്സ് എല്ലാം വരുന്ന ഓരോ യൂണീക് നമ്പേഴ്സുകളായിരിക്കും കേട്ടോ, ഒരിക്കലും സെയിം നമ്പേഴ്സ് വരത്തില്ല. അപ്പം പിന്നെ ഇതിന് 16 ബിറ്റ് നമ്പർ ആയിരിക്കും. 16 ബിറ്റ് അഥവാ ഈ നമ്പറിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 16 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് മോസ്റ്റ്ലി എന്താ നമ്മൾ URL കൂടെ ആയിരിക്കും ഇത് റെപ്രസെന്റ് ചെയ്യാറുള്ളത് കേട്ടോ. അതായത് ഒന്നെങ്കിൽ URL കൂടെ അല്ലെങ്കിൽ IP അഡ്രസിന്റെ കൂടെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഇത് ഗൂഗിളിന്റെ ഒരു IP അഡ്രസ്, ഗൂഗിളിന്റെ ഒരു URL ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിന്റെ കൂടെ 80 കൊടുത്തു. നമുക്ക് നോക്കാം ഓരോ പോർട്ട് നമ്പേഴ്സ് നമുക്ക് നോക്കാം. FTP സർവീസിന്റെ പോർട്ട് നമ്പർ പറയുന്നത് 20 and 21. SSH ആണെങ്കിൽ 22, SMTP ആണെങ്കിൽ 25, DNS ആണെങ്കിൽ 53, HTTP ആണെങ്കിൽ 80, POP3 ആണെങ്കിൽ 110, HTTPS ആണെങ്കിൽ 443. അപ്പൊ ഇതാണ് മക്കളെ ഓരോ സർവീസസും അതിന്റെ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും മിസ്സാക്കല്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യട്ടോ. റൈറ്റ് ദ എക്സാമ്പിൾ ഓഫ് MD ടാഗ്. MD ടാഗിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ഗേസ്, ബൈ, ഓൾ ദ ബെസ്റ്റ്.